കോട്ടയം മെഡിക്കൽ കോളേജിൽ നിന്ന് നവജാത ശിശുവിനെ തട്ടിയെടുത്ത ശേഷം യുവതി മടങ്ങുന്ന CCTV ദൃശ്യങ്ങൾ 24-ന്. കുഞ്ഞുമായി നീതുരാജ് ഹോട്ടലിൽ എത്തുന്ന ദൃശ്യങ്ങളാണിപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. കോട്ടയത്ത് നിന്ന് വിഷ്ണു സുരേഷ് വിവരങ്ങളുമായി ഇപ്പോൾ ചേരുന്നുണ്ട്. വിഷ്ണു, ഈ ദൃശ്യങ്ങൾ അല്പസമയം മുൻപാണ് പുറത്തു വന്നത്. എന്തൊക്കെയാണ് വിശദാംശങ്ങൾ? കോട്ടയം മെഡിക്കൽ കോളേജിൽ നിന്ന് നവജാത ശിശുവിനെ തട്ടിയെടുത്ത ശേഷം നീതു മടങ്ങുന്ന CCTV ദൃശ്യങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. കുഞ്ഞുമായി നീതുരാജ് ഹോട്ടലിൽ എത്തുന്ന ദൃശ്യങ്ങളാണ് ഇപ്പോൾ 24-ന് ലഭിച്ചിരിക്കുന്നത്. വിഷ്ണു സുരേഷ് കോട്ടയത്ത് നിന്ന് വിവരങ്ങളുമായി ചേരുന്നുണ്ട്. വിഷ്ണു, വിശദാംശങ്ങൾ. ഉന്മേഷ, ഇവർ ഇവിടെ നിന്ന് പുറത്തേക്ക് കുഞ്ഞുമായി പുറത്തേക്ക് ഹോട്ടലിലേക്ക് പോകുന്ന ദൃശ്യങ്ങളാണ് നമുക്ക് ലഭിച്ചിരിക്കുന്നത്. അതായത് ഈ ഹോട്ടലിൽ വെച്ച് ഇവർ ഈ റിസപ്ഷനിലുള്ള ആളുകളോട് പറയുന്നു തനിക്കും തന്റെ മക്കൾക്കും പോകാൻ വേണ്ടി എറണാകുളത്തേക്ക് പോകാൻ ഒരു വാഹനം വേണം. തുടർന്നാണ് ഈ ഹോട്ടൽ റിസപ്ഷനിൽ നിന്ന് മറ്റൊരു ടാക്സി ഡ്രൈവറെ ഫോൺ വിളിക്കുന്നത്. ടാക്സി ഡ്രൈവറാണ് ഇത്തരത്തിലൊരു സംഭവം നടന്നിട്ടുണ്ട്, ഒരു കുട്ടിയെ തട്ടിക്കൊണ്ടുപോയിട്ടുണ്ടെന്നൊരു വിവരം ഈ റിസപ്ഷനിസ്റ്റിന് അറിയിക്കുന്നത്. അങ്ങനെയാണ് ഈ പ്രതിയെ പിടികൂടാൻ പോലീസിന് പ്രതിയിലേക്ക് എത്തുന്നത്. ആ ദൃശ്യങ്ങളാണ്, അതായത് ഇവരെ ആശുപത്രിയിലേക്ക് എത്തുന്ന കുട്ടിയുമായി ആശുപത്രിയിൽ നിന്ന് ഹോട്ടലിലേക്ക് എത്തുന്ന ദൃശ്യങ്ങളാണ് നിലവിൽ പുറത്തു വന്നിരിക്കുന്നത്. ഈ കേസുമായി ബന്ധപ്പെട്ട് ഏറെ നിർണായകമായ തെളിവാണ്. കാരണം ഇവർ കുട്ടിയെ തട്ടിക്കൊണ്ടുപോയി എന്ന് സൂചിപ്പിക്കുന്ന തെളിവുകളാണ് ഈ ദൃശ്യങ്ങൾ. അതുകൊണ്ട് തന്നെ ഏറെ നിർണായകമാണ് ഇത്. അല്പസമയം വിഷ്ണു സുരേഷാണ് കോട്ടയത്ത് നിന്ന് വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. നവജാത ശിശുവിനെ തട്ടിക്കൊണ്ടുപോകുന്നതിന്റെ CCTV ദൃശ്യങ്ങളാണ് പുറത്ത് വന്നിരിക്കുന്നത്. പ്രതി നീതുരാജ് കുട്ടിയുമായി ഹോട്ടലിന്റെ റിസപ്ഷനിലേക്ക് എത്തുന്ന CCTV ദൃശ്യങ്ങളാണ് കോട്ടയം മെഡിക്കൽ കോളേജിൽ നിന്നും പുറത്തിറങ്ങി ഹോട്ടലിന്റെ റിസപ്ഷനിലേക്ക് കുഞ്ഞുമായി എത്തുന്ന CCTV ദൃശ്യങ്ങളാണ് ഇപ്പോൾ പ്രേക്ഷകർ കാണുന്നത്. വിഷ്ണു, തുടരാം. ഉന്മേഷ, ഈ ഹോട്ടലിൽ നിന്നുള്ള ദൃശ്യങ്ങളാണ് നമ്മൾ പുറത്തുവിട്ടിരിക്കുന്നത്. ഈ കേസുമായി ബന്ധപ്പെട്ട ഏറെ നിർണായകമായ തെളിവ് കൂടിയാണത്. എന്തായാലും കേസന്വേഷണവുമായി പോലീസ് മുന്നോട്ട് പോവുകയാണ്. അല്പസമയത്തിനകം തന്നെ കേസിലെ പ്രതിയായ നീതുവിനെ കോടതിയിൽ ഹാജരാക്കുമെന്ന് അറിയിച്ചിട്ടുണ്ട്. ഇന്ന് രാവിലെ ഇതൊരു ബ്ലാക്ക് മെയിലിംഗ് ആണോ എന്ന തരത്തിലുള്ള അഭ്യൂഹങ്ങൾ പരന്നിരുന്നു. പക്ഷേ കോട്ടയം SP തന്നെ ഇതുമായി ബന്ധപ്പെട്ട വിശദീകരണം നടത്തി. ഇത് ബ്ലാക്ക് മെയിലിംഗ് അല്ല. നീതുരാജിന് എറണാകുളത്തുള്ള ഇബ്രാഹിം ബാദുഷ എന്ന് പറയുന്ന യുവാവുമായി പ്രണയബന്ധമുണ്ടായിരുന്നു. തുടർന്ന് ഏറെ നാളായി ഇവർ ഒരുമിച്ചാണ് താമസിച്ചിരുന്നത്. ഈ ഘട്ടത്തിൽ നീതു ഗർഭിണിയാകുന്ന ഒരു സാഹചര്യമുണ്ടായി. പക്ഷേ പിന്നീട് ഈ ഗർഭം അലസിപ്പോയി. ഇക്കാര്യം പക്ഷേ നീതു ഇബ്രാഹിമിനോട് പറഞ്ഞിരുന്നില്ല. എന്നാൽ ഇബ്രാഹിം ഈ പ്രണയത്തിൽ നിന്ന് പിന്മാറുന്ന ഒരു തരത്തിലേക്ക് എത്തുന്ന സാഹചര്യമുണ്ടായി. മറ്റൊരു വിവാഹം കഴിക്കാൻ തീരുമാനിച്ചു. ഇതാണ് നീതുവിനെ കൊണ്ട് ഇത്തരത്തിലുള്ള കാര്യങ്ങളിലേക്ക് നടന്നത്. അതായത് ഈ കുട്ടിയെ തട്ടിയെടുത്ത ശേഷം ഇത് തനിക്ക് ഇബ്രാഹിമിൽ ഉണ്ടായ കുട്ടിയാണ് എന്ന് അവതരിപ്പിച്ച ശേഷം ഈ ബന്ധം തുടരാം എന്ന പ്രതീക്ഷയിലായിരുന്നു നീതു ഉണ്ടായിരുന്നത്. പക്ഷേ അത്തരത്തിലേക്കുള്ള സാഹചര്യങ്ങൾ പോകുന്നതിന് മുൻപ് തന്നെ പോലീസ് ഇവരെ പിടികൂടുന്ന സാഹചര്യമുണ്ടായി. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് അല്പസമയത്തിനകം തന്നെ ഈ വിഷയത്തിൽ സുരക്ഷയുമായി ബന്ധപ്പെട്ട ആശുപത്രിയുടെ സുരക്ഷയുമായി ബന്ധപ്പെട്ടുള്ള വിഷയങ്ങളിലെല്ലാം ആരോഗ്യമന്ത്രി സംസാരിക്കും. ആരോഗ്യമന്ത്രി കോട്ടയം മെഡിക്കൽ കോളേജിൽ എത്തിയിട്ടുണ്ട്. ഈ കുട്ടിയെയും അമ്മയെയും കാണാൻ വേണ്ടിയാണ് മന്ത്രി വീണ ജോർജ് എത്തിയിരിക്കുന്നത്. നേരത്തെ തന്നെ ആരോഗ്യ വകുപ്പ് ഈ വിഷയത്തിൽ അന്വേഷണം പ്രഖ്യാപിച്ചിട്ടുണ്ട്. സുരക്ഷാ വീഴ്ചയുമായി ബന്ധപ്പെട്ട് അതിനുള്ള വിശദീകരണം അല്പസമയത്തിനകം തന്നെ മന്ത്രി പറയുമെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. കോട്ടയം മെഡിക്കൽ കോളേജ് പോലെ അതീവ സുരക്ഷയുള്ള ഒരു മേഖലയിൽ നിന്ന് എപ്രകാരമാണ് ഒരു കുട്ടിയെ മറ്റാരുടെയും സഹായമില്ലാതെ ഒരാൾക്ക് കടത്തിക്കൊണ്ടുപോകാൻ സാധിക്കുന്നതിന്റെ ചോദ്യം ഇന്നലെ തന്നെ ഉയർന്നിരുന്നു. കോട്ടയം മെഡിക്കൽ കോളേജിലെ സുരക്ഷയുമായി ബന്ധപ്പെട്ട വലിയ വിമർശനങ്ങളും ഇന്നലെ ഉയർന്നിരുന്നു. അതിനെല്ലാം മറുപടി അല്പസമയത്തിനകം തന്നെ വീണ ജോർജിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുമെന്നാണ് കരുതുന്നത്. എന്തായാലും ആശുപത്രിയും ഇതിനോടകം തന്നെ ഈ വിഷയത്തിൽ അന്വേഷണം പ്രഖ്യാപിച്ചിട്ടുണ്ട്. RMOയുടെ നേതൃത്വത്തിലാണ് അന്വേഷണം. ഈ വിഷയത്തിൽ സുരക്ഷാ വീഴ്ച സംഭവിച്ചിട്ടുണ്ടോ എന്നുള്ള കാര്യത്തിൽ അല്പസമയത്തിനകം തന്നെ മന്ത്രിയുടെ പ്രതികരണം ഉണ്ടാകുമെന്നാണ് കരുതുന്നത്. ഉന്മേഷ്, ശരി. വിഷ്ണു സുരേഷാണ് കോട്ടയത്ത് നിന്ന് വിശദാംശങ്ങൾ നൽകിയത്. നവജാത ശിശുവിനെ തട്ടിക്കൊണ്ടുപോയ സംഭവത്തിൽ നീതുവിന്റെ കാമുകന് പങ്കില്ലെന്ന് പോലീസ്. ഇബ്രാഹിം ബാദുഷയുമായുള്ള പ്രണയം തുടരുന്നതിനു വേണ്ടിയാണ് നീതു കുട്ടിയെ മോഷ്ടിക്കാൻ ശ്രമിച്ചത്. ഇയാൾ മറ്റൊരു വിവാഹം കഴിക്കുന്നത് തടയുകയായിരുന്നു നീതുവിന്റെ ലക്ഷ്യം. കുട്ടിയെ തട്ടിയെടുത്തതിന് ശേഷം നീതു കാമുകനെ വീഡിയോ കോൾ വിളിച്ചു. തട്ടിയെടുത്ത കുട്ടിയെ സ്വന്തം കുട്ടിയായി വളർത്താനായിരുന്നു നീതുവിന്റെ പദ്ധതിയെന്നും കോട്ടയം ജില്ലാ പോലീസ് മേധാവി D ശില്പ മാധ്യമങ്ങളോട് പറഞ്ഞു. നീതുവിൽ നിന്ന് പണവും സ്വർണവും തട്ടിയെന്ന പരാതിയിൽ ഇബ്രാഹിം ബാദുഷയ്ക്കെതിരെ പോലീസ് കേസെടുത്തു. ഹസ്ബൻഡ് വേറെ ഇതിലുണ്ട്. ഹീസ് ഇൻ എ ഡിഫറെന്റ് കൺട്രി. ഇപ്പോൾ ആ സമയത്തിൽ അവൾക്ക് ഇവിടെ വേറെ ഒരു റിലേഷൻ ആയി. ആൻഡ് ഷി കെപ്റ്റ് ടെല്ലിംഗ് ദാറ്റ് അവൾ പ്രഗ്നന്റ് ആണ്. സോ ഏതായാലും ഒരു കുട്ടി കാണിക്കാൻ വേണ്ടി അവൾ ഇവിടെ കോട്ടയത്തിൽ വന്നു. ഓൺ 4th January ഇവിടെ വന്നിട്ട് ഷി ടുക്ക് റൂം ഇൻ ദ ലോഡ്ജ്. പിന്നെ അവൾക്ക് ഏതൊരു ഈ ഇങ്ങനെ മെറ്റർണിറ്റി വാർഡിൽ പോയാൽ ഏതായാലും ഒരു കുട്ടി കിട്ടുമെന്ന ഒരു
മനസ്സിലാക്കി അവൾ അവിടെ പോയി. ഷീ ഫൗണ്ട് ഫസ്റ്റ് റൂമിൽ പോയാൽ തന്നെ അവൾക്കൊരു കുട്ടി കണ്ടു. പിന്നെ അത് തന്നെ ഷീ ഡിസൈഡഡ് ടു ടേക്ക് ഇറ്റ് ആൻഡ് അത് കൊണ്ടുപോയി റൂമിലേക്ക് കൊണ്ടുപോയി അവനക്ക് ഒരു ഫോട്ടോ അയച്ചു കൊടുത്തു. ഞാൻ ഡെലിവറി ചെയ്തിട്ടുണ്ട്, ഇതാണ് കുട്ടി എന്ന് പറഞ്ഞിട്ട്. ദാറ്റ് വാസ് ദി റീസൺ. ഡോക്ടറുടെ വേഷത്തിലാണ് നീതു വാർഡിൽ എത്തിയതെന്ന് കുഞ്ഞിന്റെ അമ്മ നേരത്തെ വെളിപ്പെടുത്തിയിരുന്നു. പോലീസ് ഇടപെടലിന് അമ്മ നന്ദി പറഞ്ഞു. അവർ വന്നപ്പം കുഞ്ഞിൻ്റെ കേസ് ഷീറ്റ് ആദ്യം ചോദിച്ചു. കുഞ്ഞ് ജനിക്കുമ്പോഴത്തേനും നമുക്കൊരു പേപ്പർ തരും ഇവിടെ. അത് നോക്കി വെച്ച് അവർ ഇങ്ങോട്ട് പറഞ്ഞു, കുഞ്ഞിന് മഞ്ഞനിറം നോക്കിയിട്ടില്ലായിരുന്നല്ലോ, അതെന്താ നോക്കാൻ താമസിക്കുന്നതെന്ന് ചോദിച്ചു. അപ്പോൾ ഡോക്ടർമാർക്ക് മനസ്സിലാകുന്ന കാര്യങ്ങളല്ലേ ഷീറ്റിൽ എഴുതിയിരിക്കുന്നതും. അപ്പം ഞാൻ അമ്മയോട് ചോദിച്ചപ്പോൾ അമ്മ പറഞ്ഞു ഇല്ല നോക്കിയിട്ടില്ല എന്ന് പറഞ്ഞു. അപ്പോൾ അവർ കുഞ്ഞിൻ്റെ കയ്യും നെഞ്ചത്തും കണ്ണിലൊക്കെ മഞ്ഞനിറം നോക്കുന്ന പോലെ തന്നെ നോക്കി. അത് കഴിഞ്ഞ് കുഞ്ഞിനെ നോക്കിയേച്ച് വരാമെന്ന് പറഞ്ഞു. അപ്പോൾ എടുത്തപ്പോൾ കുഞ്ഞ് കരഞ്ഞ് പാല് കൊടുത്തേച്ച് തരാൻ പറഞ്ഞു. അപ്പോൾ അങ്ങനെ ഉറക്കി കൈലോട്ട് കൊടുത്തു. കൈലോട്ട് കൊടുത്തപ്പോഴത്തേനും മഞ്ഞനിറം നോക്കുന്നത് സെക്കൻഡ് ഫ്ലോറിലായിരുന്നു. ഇവർ ഗ്രൗണ്ട് ഫ്ലോറിലോട്ടാണ് ഇറങ്ങിയത്. അപ്പോഴാണ് സംശയം വന്നത്. ഞാൻ കണ്ടിട്ടുണ്ട് അവരെ, പക്ഷേ മാസ്ക് ഇട്ടുകൊണ്ട് ഫേസ് ക്ലിയറിലായിരുന്നു. പക്ഷേ ഇവിടെ കണ്ടിട്ടുണ്ട്. ആ ഒരു ഉറപ്പിന്മേലാണ് കുഞ്ഞിനെയും കൈ കൊടുത്തത്. അതേസമയം ആശുപത്രിയിലെ സുരക്ഷാ വീഴ്ചയിൽ ആരോഗ്യവകുപ്പ് അന്വേഷണം പ്രഖ്യാപിച്ചു. ആരോഗ്യ വിദ്യാഭ്യാസ വകുപ്പ് ജോയിന്റ് ഡയറക്ടർക്കാണ് അന്വേഷണ ചുമതല. മെഡിക്കൽ എഡ്യൂക്കേഷൻ്റെ ജോയിന്റ് ഡയറക്ടറോട് അന്വേഷിച്ച് റിപ്പോർട്ട് നൽകാൻ പറഞ്ഞിട്ടുണ്ട്. കോട്ടയത്ത് ഇന്നലെ കുഞ്ഞിനെ തട്ടിക്കൊണ്ടുപോകാൻ നടന്ന ശ്രമം അതൊരു കാരണവശാലും ഇനി ഒരിടത്തും ആവർത്തിക്കാൻ പാടില്ല. അപ്പോൾ അതുകൊണ്ട് ചില കാര്യങ്ങൾ, ചില നടപടികൾ സ്വീകരിക്കണമെന്നുള്ള നിർദ്ദേശം കൂടി അഡീഷണൽ ചീഫ് സെക്രട്ടറിക്ക് നൽകിയിട്ടുണ്ട്. കോവിഡ് ആശങ്ക തുടരുന്ന രാജ്യത്ത് 1 ലക്ഷം കടന്ന് പ്രതിദിന കോവിഡ് ബാധിതർ. 24 മണിക്കൂറിനിടെ 1,17,100 പേർക്ക് രോഗം സ്ഥിരീകരിച്ചപ്പോൾ 302 പേർ കോവിഡ് ബാധിച്ച് മരിച്ചു. 7 മാസത്തിന് ശേഷമാണ് പ്രതിദിന രോഗികൾ 1 ലക്ഷം കടക്കുന്നത്. മഹാരാഷ്ട്ര, ഡൽഹി, പശ്ചിമബംഗാൾ സംസ്ഥാനങ്ങളിൽ രോഗബാധ രൂക്ഷമായി തുടരുകയാണ്. അതേസമയം രാജ്യത്തെ ഒമിക്രോൺ കേസുകളുടെ എണ്ണം 3000 കടന്നു. തെരഞ്ഞെടുപ്പ് നടത്താനായി ഒമിക്രോണിൽ ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ല എന്ന നിലപാട് സ്വീകരിച്ചിട്ടില്ലെന്ന് കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം വ്യക്തമാക്കി. വിദേശത്തു നിന്നെത്തുന്നവർക്ക് കേന്ദ്ര സർക്കാർ 7 ദിവസത്തെ നിരീക്ഷണം നിർബന്ധമാക്കി. കേരളത്തിലേക്ക് എത്തുന്ന അന്താരാഷ്ട്ര യാത്രക്കാർക്കും 7 ദിവസത്തെ നിർബന്ധിത ക്വാറന്റീൻ. 8-ാം ദിവസം കോവിഡ് പരിശോധന നടത്തണം. കോവിഡ് 3ാം തരംഗ പശ്ചാത്തലത്തിലാണ് നടപടി. സാമൂഹിക വ്യാപനം ഉണ്ടാകാതിരിക്കാനുള്ള ജാഗ്രത വേണമെന്ന് ആരോഗ്യമന്ത്രി വീണ ജോർജ് പറഞ്ഞു. വിദേശ രാജ്യങ്ങളിൽ നിന്ന് വരുന്നവർ എല്ലാവരും എല്ലാവരും 7 ദിവസം ക്വാറന്റൈനിലായിരിക്കണം. അതോടൊപ്പം വരുന്ന എയർപോർട്ടിൽ പരിശോധനകളുണ്ട്. ആ പരിശോധനയിൽ പോസിറ്റീവ് ആണെങ്കിൽ അതിനനുസരിച്ചിട്ടുള്ള സാമ്പിൾ വീണ്ടും ജനിതക പരിശോധനയ്ക്ക് അയക്കും. ഒമിക്രോൺ ആണെങ്കിൽ അതനുസരിച്ചിട്ടുള്ള ഗൈഡ് ലൈൻ അനുസരിച്ചുള്ള നടപടിക്രമങ്ങൾ. ഇനിയും എയർപോർട്ടിൽ വെച്ച് പരിശോധനയിൽ നെഗറ്റീവ് ആണെങ്കിലും 7 ദിവസം ക്വാറന്റൈനിലായിരിക്കണം. 8ാമത്തെ ദിവസം വീണ്ടും പരിശോധന നടത്തണം. അപ്പോൾ ആ രീതിയിൽ എല്ലാ വിദേശ രാജ്യങ്ങളിൽ നിന്നും എത്തുന്നവർ ആ രീതിയിൽ 7 ദിവസം ക്വാറന്റൈനിലായിരിക്കണം എന്നുള്ളതാണ്. അത് വളരെ സ്ട്രിക്റ്റായി തന്നെ ക്വാറന്റൈൻ പാലിക്കണമെന്നുള്ളത് ഈ അവസരത്തിൽ പ്രത്യേകമായിട്ട് ഓർമ്മിപ്പിക്കുകയാണ്. വാർത്തയുടെ വിശദാംശങ്ങളുമായി ഇപ്പോൾ അല്ലമീൻ ചേരുന്നുണ്ട് തിരുവനന്തപുരത്ത് നിന്ന്. അല്ലമീൻ, രാജ്യത്താകമാനം ഇത്തരത്തിൽ നിയന്ത്രണം വരുന്നു. കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം തന്നെ നിർദ്ദേശം പുറത്തിറക്കുന്നു. സംസ്ഥാനത്ത് എന്തൊക്കെയാണ് ജാഗ്രത നിർദ്ദേശമായി ആരോഗ്യമന്ത്രി പറയുന്നത്? കേന്ദ്ര മാർഗനിർദ്ദേശത്തിനനുസരിച്ചിട്ടാണ് സംസ്ഥാനത്തും നിയന്ത്രണങ്ങൾ കർശനമാക്കാൻ സംസ്ഥാന സർക്കാർ തീരുമാനിച്ചിരിക്കുന്നത്. നേരത്തെ ലോ റിസ്ക് രാജ്യങ്ങളിൽ നിന്ന് വരുന്നവർക്കും ഹൈ റിസ്ക് രാജ്യങ്ങളിൽ നിന്ന് വരുന്നവർക്കും വെവ്വേറെ നിയന്ത്രണങ്ങളായിരുന്നു ഏർപ്പെടുത്തിയിരുന്നത്, അല്ലെങ്കിൽ നിരീക്ഷണ സംവിധാനങ്ങളായിരുന്നു ഏർപ്പെടുത്തിയിരുന്നത്. എന്നാൽ ഒമിക്രോൺ കേസുകൾ കൂടുതൽ റിപ്പോർട്ട് ചെയ്യുകയും ലോ റിസ്ക് രാജ്യങ്ങളിൽ നിന്ന് ആളുകൾക്ക് അധികമായി കേസുകൾ റിപ്പോർട്ട് ചെയ്യപ്പെടുകയും ചെയ്യുന്ന ഒരു സാഹചര്യത്തിലാണ് ലോ റിസ്ക് രാജ്യങ്ങളിൽ നിന്നായിരുന്നാലും വിദേശത്ത് മറ്റു ഹൈ റിസ്ക് രാജ്യങ്ങളിൽ നിന്നായിരുന്നാലും വിദേശ രാജ്യങ്ങളിൽ നിന്ന് വരുന്ന മുഴുവൻ പേർക്കും 7 ദിവസത്തെ നിർബന്ധിത ക്വാറന്റൈൻ സംസ്ഥാന സർക്കാർ നിർദ്ദേശിച്ചിരിക്കുകയാണ്. ഈ 7 ദിവസം പൂർത്തിയാക്കിയതിനു ശേഷം 8ാമത്തെ ദിവസം RT-PCR പരിശോധനയ്ക്ക് വിധേയമാകണം. നെഗറ്റീവ് ആണെങ്കിൽ വീണ്ടും 7 ദിവസം സ്വയം നിരീക്ഷണം ഏർപ്പെടുത്തണമെന്നൊരു നിർദ്ദേശം കൂടി സർക്കാർ നൽകിയിട്ടുണ്ട്. 7 ദിവസത്തെ നിർബന്ധിത ക്വാറന്റൈൻ പറയുമ്പോഴും 7 ദിവസത്തെ സ്വയം നിരീക്ഷണം കൂടി പ്രഖ്യാപിക്കുന്നുണ്ട്. അതായത് തത്വത്തിൽ വിദേശ രാജ്യങ്ങളിൽ നിന്ന് വരുന്ന ആളുകൾക്ക് 14 ദിവസത്തെ ക്വാറന്റൈനാണ് സംസ്ഥാനത്ത് നടപ്പാവുക. ഇത്തരത്തിൽ ഈ സ്വയം നിരീക്ഷണത്തിൽ ഇരിക്കേണ്ട കാലയളവിൽ ആരെങ്കിലും പുറത്തേക്ക് പോവുകയോ സമ്പർക്ക വലയത്തിൽ പെടുകയോ ചെയ്യുകയാണെങ്കിലും അവർക്കെതിരെ കർശന നടപടി ഉണ്ടാകുമെന്നൊരു മുന്നറിയിപ്പ് കൂടി
കൂടി ആരോഗ്യവകുപ്പ് നൽകുന്നുണ്ട്. ഇതിനോടകം 280 പേർക്കാണ് സംസ്ഥാനത്ത് ഒമിക്രോൺ സ്ഥിരീകരിച്ചത്. അതിൽ തന്നെ ഭൂരിഭാഗവും ലോ റിസ്ക് രാജ്യങ്ങളിൽ നിന്ന് ആളുകൾക്കാണ്. ഒപ്പം 30 പേർക്ക് സമ്പർക്കത്തിലൂടെ രോഗം ബാധിക്കുന്ന ഒരു സാഹചര്യവും ഉണ്ടായിട്ടുണ്ട്. ഈ പശ്ചാത്തലത്തിലാണ് നിയന്ത്രണങ്ങളും നിരീക്ഷണങ്ങളും കർശനമാക്കാൻ സംസ്ഥാന സർക്കാർ തീരുമാനിച്ചിരിക്കുന്നത്. അല്ലമീനാണ് തിരുവനന്തപുരത്ത് നിന്ന് വിവരങ്ങൾ നൽകിയത്. ഇപ്പോൾ കിട്ടുന്നൊരു പ്രധാനപ്പെട്ട വാർത്തയിലേക്ക്. കോഴിക്കോട് താമരശ്ശേരിയിൽ കലുങ്ക് നിർമ്മാണത്തിനെടുത്ത കുഴിയിൽ വീണ് ബൈക്ക് യാത്രക്കാരന് പരിക്കേറ്റ സംഭവത്തിൽ നടപടി. KSTP കണ്ണൂർ അസിസ്റ്റന്റ് എഞ്ചിനീയറെ മൂവാറ്റുപുഴയിലേക്ക് സ്ഥലം മാറ്റി. കരാറുകാരനോട് വിശദീകരണം ചോദിക്കും. സംഭവം പൊതുമരാമത്ത് വിജിലൻസ് അന്വേഷിക്കും. തനേഷ് തമ്പി തിരുവനന്തപുരത്ത് നിന്ന് വിശദാംശങ്ങളുമായി ചേരുന്നു. തനേഷ്, എന്തൊക്കെയാണ് വിവരങ്ങൾ? ഉന്മേഷ്, നേരത്തെ എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ ഈ വിഷയത്തിൽ നൽകിയ റിപ്പോർട്ട് മന്ത്രി മുഹമ്മദ് റിയാസ് തള്ളിയിരുന്നു. താമരശ്ശേരി കലുങ്ക് നിർമ്മാണത്തിനെടുത്ത കുഴിയിൽ വീണ ബൈക്ക് യാത്രക്കാരന് പരിക്കേറ്റ സംഭവത്തിൽ എക്സിക്യൂട്ടീവ് എഞ്ചിനീയറാണ് ആദ്യം റിപ്പോർട്ട് നൽകിയത്. ആ റിപ്പോർട്ട് തള്ളുകയും അതിനുശേഷം ഇക്കാര്യത്തിൽ വിശദമായ അന്വേഷണം നടത്തണമെന്ന് KSTP പ്രോജക്ട് ഡയറക്ടറോട് ആവശ്യപ്പെടുകയും ചെയ്തിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിൽ അടിയന്തരമായി റിപ്പോർട്ട് നൽകണമെന്ന് ആവശ്യപ്പെട്ടിരുന്നു. ആ റിപ്പോർട്ട് ലഭിച്ചു. ആ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ നടപടി ഉണ്ടായിരിക്കുന്നത്. നേരത്തെ എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ നൽകിയ റിപ്പോർട്ടിൽ കരാർ കമ്പനിക്ക് പിഴവുകൾ ഉണ്ടായിട്ടില്ല എന്നുള്ളതായിരുന്നു വാദം. മാത്രമല്ല, അപകടമുണ്ടായത് എതിർദിശയിൽ നിന്ന് വന്ന വാഹനത്തിന്റെ പിഴവ് കൊണ്ടുകൂടിയാണ് എന്ന മട്ടിലായിരുന്നു ഈ ഒരു റിപ്പോർട്ട് ഉണ്ടായിരുന്നത്. ഈ റിപ്പോർട്ടാണ് മന്ത്രി മുഹമ്മദ് റിയാസ് തള്ളിയത്. അതേ തുടർന്നാണ് ഇപ്പോൾ നടപടി ഉണ്ടായിരിക്കുന്നത്. അതായത് KSTP കണ്ണൂർ അസിസ്റ്റന്റ് എഞ്ചിനീയറെയാണ് സ്ഥലം മാറ്റിയിരിക്കുന്നത്. മൂവാറ്റുപുഴയിലേക്കാണ് അവരെ സ്ഥലം മാറ്റിയത്. ഇതിന് പുറമെ കരാറുകാരനോട് വിശദീകരണം ചോദിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. ഒപ്പം തന്നെ ഈ സംഭവത്തെക്കുറിച്ചും അവിടുത്തെ നിർമ്മാണ പ്രവർത്തനങ്ങളെക്കുറിച്ചും പൊതുമരാമത്ത് വിജിലൻസ് അന്വേഷിക്കുമെന്നും പൊതുമരാമത്ത് മന്ത്രിയുടെ ഓഫീസ് അറിയിച്ചിട്ടുണ്ട്. ശരി, തനേഷ് തമ്പി തിരുവനന്തപുരത്ത്. സിൽവർ ലൈനിനു വേണ്ടി സ്ഥലം ഏറ്റെടുക്കുന്ന കേരയിൽ നടപടിയെ പിന്തുണച്ച് ഇന്ത്യൻ റെയിൽവേ ഹൈക്കോടതിയിൽ. കേരയിൽ ഭൂമി ഏറ്റെടുപ്പിനെതിരെ കോട്ടയം സ്വദേശികൾ നൽകിയ ഹർജി പരിഗണിക്കുമ്പോഴാണ് സംസ്ഥാന സർക്കാർ വാദങ്ങളെ പിന്തുണച്ച് ഇന്ത്യൻ റെയിൽവേ ഹൈക്കോടതിയിൽ നിലപാടെടുത്തത്. കേസിൽ വിശദമായ വാദമാണ് ഹൈക്കോടതി ഇന്ന് കേട്ടത്. ഭൂമി ഏറ്റെടുക്കൽ നടപടികൾക്ക് തടസ്സമില്ലെന്നും സംസ്ഥാന സർക്കാർ വിജ്ഞാപനത്തിന് അനുമതിയുണ്ടെന്നുമായിരുന്നു റെയിൽവേയുടെ നിലപാട്. സംസ്ഥാനത്തിന് ഭൂമി ഏറ്റെടുക്കാൻ റെയിൽവേയുടെ പ്രത്യേക വിജ്ഞാപനം ആവശ്യമില്ല എന്നായിരുന്നു സംസ്ഥാന സർക്കാർ വാദം. ഇത് പ്രത്യേക റെയിൽവേ പ്രൊജക്ട് അല്ലെന്നും സർക്കാർ കോടതിയെ അറിയിച്ചു. കേസ് വിധി പറയാനായി കോടതി മാറ്റിവെച്ചു. കേരയിൽ ഭൂമി ഏറ്റെടുക്കലിനെതിരെ വിവിധ വ്യക്തികൾ ഇതിനകം ഹൈക്കോടതിയെ സമീപിച്ചിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം കോട്ടയം ഏറ്റുമാനൂർ സ്വദേശികൾ നൽകിയ ഹർജി പരിഗണിക്കുമ്പോൾ സർവേ പൂർത്തിയാക്കാതെ ഏറ്റെടുക്കേണ്ട ഭൂമിയുടെ വിവരങ്ങൾ ലഭിച്ചത് എങ്ങനെയാണെന്ന് സർക്കാരിനോട് കോടതി ചോദിച്ചിരുന്നു. കേരയിൽ പദ്ധതിക്കായി ഇന്ത്യൻ റെയിൽവേ ഒരനുമതിയും നൽകിയിട്ടില്ലെന്ന BJP ദേശീയ നിർവാഹക സമിതി അംഗം PK കൃഷ്ണദാസ്. നിലവിലുള്ള പ്രവർത്തനങ്ങൾക്ക് ഇന്ത്യൻ റെയിൽവേയുടെ അനുമതി ആവശ്യമില്ല. കേന്ദ്രവും ഇന്ത്യൻ റെയിൽവേയും അന്തിമനുമതി നൽകിയാലേ ഭൂമി ഏറ്റെടുക്കൽ നടപടികൾ തുടങ്ങാൻ കഴിയൂ. എന്നാൽ സംസ്ഥാന സർക്കാരിന്റെ പ്രവർത്തനങ്ങളെ റെയിൽവേക്ക് തടസ്സപ്പെടുത്താൻ കഴിയില്ലെന്നും PK കൃഷ്ണദാസ് 24നോട് പറഞ്ഞു. അന്തിമ അനുമതിക്ക് വേണ്ടി ഇന്ത്യൻ റെയിൽവേ സമീപിച്ചാൽ റെയിൽവേ കൃത്യമായിട്ടുള്ള തീരുമാനം ഇക്കാര്യത്തിലുണ്ടാകും. ഇന്ത്യൻ റെയിൽവേയും കേന്ദ്ര സർക്കാരും കേരളത്തിൽ കുടിയൊഴിപ്പിക്കപ്പെടുന്ന ഈ നാട്ടിലെ സാധാരണക്കാരനോടൊപ്പം ഉണ്ടാവും. കേരളത്തിലെ ജനങ്ങൾ പങ്കുവെക്കുന്ന അവരുടെ ആശങ്കയോടൊപ്പമാണ് കേന്ദ്ര ഗവൺമെൻറ്റും ഇന്ത്യൻ റെയിൽവേയും എന്ന് അർത്ഥശങ്കയ്ക്കിടയില്ലാത്ത വിധം വ്യക്തമാക്കിയിട്ടുണ്ട്. അതുകൊണ്ട് റെയിലിന് അനുകൂലമായി എന്തെങ്കിലും പുതുതായിട്ട് അനുമതിയോ അനുവാദമോ ഇന്ത്യൻ റെയിൽവേ നൽകി എന്നുള്ളത് ശരിയല്ല. CPIഎമ്മിന്റെ നിർണായക കേന്ദ്ര കമ്മിറ്റി യോഗം ഹൈദരാബാദിൽ തുടരുകയാണ്. പാർട്ടി കോൺഗ്രസിൽ അവതരിപ്പിക്കേണ്ട കരട് രാഷ്ട്രീയ പ്രമേയത്തിന് അംഗീകാരം നൽകുകയാണ് യോഗത്തിന്റെ അജണ്ട. കരട് രാഷ്ട്രീയ പ്രമേയത്തിന്റെ അടിസ്ഥാനത്തിലാകും കോൺഗ്രസിനോടുള്ള സമീപനം തീരുമാനിക്കുകയെന്ന് ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരി അറിയിച്ചു. സിൽവർ ലൈൻ പദ്ധതിയിൽ യെച്ചൂരി സംസ്ഥാന ഘടകത്തെ പരോക്ഷമായി പിന്തുണച്ചു. Congress is comparing Nandigram. The Chief Minister is here. He is perfectly competent. You please ask him. And it's been answered repeatedly. But if Pakistan... ആരോഗ്യമന്ത്രി വീണ ജോർജ് മാധ്യമങ്ങളെ കാണുന്നു. തത്സമയ സംപ്രേഷണത്തിലേക്ക്. ഞാൻ ഇന്നലെ തന്നെ കുഞ്ഞിൻ്റെ അമ്മയുമായി രാത്രി സംസാരിച്ചിരുന്നു. ഇപ്പോൾ നേരിട്ട് കണ്ട് സംസാരിച്ചു. ഇന്നലത്തെ കാര്യങ്ങളൊക്കെ ചോദിച്ചറിഞ്ഞു. കുഞ്ഞിൻ്റെ അച്ഛനെയും കണ്ടു. അപ്പോൾ അവർക്ക് വലിയ ആശ്വാസം. അതോടൊപ്പം ചാർജ് ചെയ്യും. ഇന്ന് കുഞ്ഞിനെ വിശദമായി ഇവിടെ പരിശോധിച്ചു. കുഞ്ഞ് ഒരു കുഴപ്പങ്ങളൊന്നുമില്ല, ഹെൽത്തി ആയിട്ടിരിക്കുന്നു. കുഞ്ഞ് അമ്മയും ഹെൽത്തിയാണ്. നാളെ വീട്ടിൽ വിടാം എന്നുള്ളതാണ് ഡോക്ടേഴ്സ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇവരോട് രണ്ടുപേരോടും കുടുംബത്തോട് സംസാരിച്ചിരുന്നു. ഈ സുരക്ഷയുടെ കാര്യത്തിൽ എന്താണ് ഇനി കാര്യങ്ങൾ ആലോചിക്കേണ്ടത്? കാരണം ഇത്രയും സുരക്ഷയുള്ള ഒരു സ്ഥലം കൂടിയായിരുന്നു. അവിടെയാണ് ഇത്രയും ഒരു സംഭവം ഉണ്ടാകുന്നത്.
അപ്പോൾ ഇനി എന്തൊക്കെ മാറ്റങ്ങളാണ് ഈ സുരക്ഷാ ക്രമീകരണങ്ങൾ ഉൾപ്പെടെ വരുത്തേണ്ടത്? അതെ, ആൾമാറാട്ടം നടത്തി ഒരു പ്രതീതി സൃഷ്ടിച്ചുകൊണ്ടാണ് ഈ കുഞ്ഞിനെ തട്ടിയെടുക്കാൻ ശ്രമിച്ചിരിക്കുന്നത്. അപ്പം വളരെ പ്ലാൻഡ് ആയിട്ടുള്ള, അപ്പോൾ പോലീസ് പറഞ്ഞതിൽ നിന്ന് മനസ്സിലാകുന്നത് അവർ മാത്രമേ ഇതിനകത്തുള്ളൂ എന്ന്. അപ്പം ഒരു സിംഗിൾ പേഴ്സൺ അവർ തന്നെ ഇത്രയും പ്ലാൻ ചെയ്ത് ഒരു കുറ്റകൃത്യം നടത്താനാണ് ശ്രമിച്ചത്. അപ്പോൾ അത് ഇപ്പോൾ പരിശോധിച്ചപ്പോൾ CCTV ഒക്കെ സ്ഥാപിച്ചിട്ടുണ്ട്. പൊതുവെ ഇപ്പോൾ ഈ സംഭവത്തിൽ, ഈ വിഷയത്തിൽ ആരോഗ്യമന്ത്രി മാധ്യമങ്ങളെ കാണുകയാണ്. കോട്ടയത്ത് നിന്ന് തത്സമയ സംപ്രേഷണം. കുഞ്ഞിനെയും അമ്മയും സന്ദർശിച്ച ശേഷമാണ് ആരോഗ്യമന്ത്രി വീണ ജോർജിന്റെ പ്രതികരണം. ഇന്നലെ തന്നെ ഇക്കാര്യത്തിൽ ഒരു സുരക്ഷാ ഓഡിറ്റ് നടത്താൻ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. അതായത് നിലവിലുള്ള സംവിധാനങ്ങൾ എങ്ങനെയാണ്, അത് വർക്ക് ചെയ്യുന്നുണ്ടോ, അത് പര്യാപ്തമാണോ, അതുകൂടാതെ മറ്റ് ഇതുൾപ്പെടെയുള്ള എല്ലാ കാര്യങ്ങളും നമ്മുടെ സർക്കാർ ആശുപത്രികളിലേത് അത് പരിശോധിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ജീവനക്കാരെല്ലാവരും തന്നെ ഒരു ആശുപത്രിയിൽ ജോലി ചെയ്യുന്ന എല്ലാ സ്റ്റാഫും അവർ ധരിച്ചിരിക്കണം എന്നുള്ളതാണ്. അതോടൊപ്പം മൂന്നാമത്തെ കാര്യം, മെഡിക്കൽ കോളേജുകളിൽ പ്രത്യേകിച്ച്, മെഡിക്കൽ കോളേജുകളിൽ ആയിരക്കണക്കിന് ആളുകളാണ്, അതും ഓരോ ദിവസവും പുതിയ ആളുകൾ പല സ്ഥലത്തു നിന്നുള്ള വരുന്നത്. അപ്പോൾ മെഡിക്കൽ കോളേജുകളിൽ പ്രത്യേകിച്ചും അത്യാവശ്യമുള്ള എല്ലാ സ്ഥലങ്ങളിലും CCTV ക്യാമറകൾ ഇല്ല എങ്കിൽ സ്ഥാപിക്കണം. ഇത് രണ്ട് തരത്തിലാണ്. ഒന്ന്, ഇതുപോലെ പേഷ്യൻസിൻ്റെ അല്ലെങ്കിൽ ആളുകളുടെ സേഫ്റ്റി, പ്രത്യേകിച്ച് സ്ത്രീകളുടെയും കുഞ്ഞുങ്ങളുടെയും വാർഡുകളുമായി ബന്ധപ്പെട്ട് നിർബന്ധമായിട്ടും അത് വേണം. പേഷ്യൻസിൻ്റെ പ്രൈവസി പരിഗണിച്ചുകൊണ്ട് തന്നെ ആ രീതിയിൽ CCTV ക്യാമറകൾ സ്ഥാപിക്കണം എന്നുള്ളതാണ്. അതോടൊപ്പം തന്നെ ഇതിന് മറ്റൊരു കാര്യം കൂടിയുണ്ട്. അതായത് പലപ്പോഴും ആരോഗ്യ പ്രവർത്തകർക്ക് നേരെ ഉണ്ടാകുന്ന ആക്രമണങ്ങൾ അത് തടയുന്നതിന് വേണ്ടിയും നേരത്തെ തന്നെ ഇത് തീരുമാനിച്ചിരുന്നു. നമ്മുടെ കാഷ്വാലിറ്റി അതുപോലെയുള്ള സ്ഥലങ്ങളിൽ ഈ CCTV ക്യാമറകൾ സ്ഥാപിക്കണം എന്നുള്ള ഒരു നിർദ്ദേശം നേരത്തെ തന്നെ സർക്കാർ കൊടുത്തിരുന്നു. അപ്പോൾ ഏതായാലും അത് അനിവാര്യമായിട്ടുള്ളൊരു കാര്യമാണ്. ഇല്ലാത്ത ഇടങ്ങളിൽ, മെഡിക്കൽ കോളേജ് ക്യാമ്പസുകളിൽ നിർബന്ധമായിട്ടും CCTV ക്യാമറകൾ ഉണ്ടാകണം. മറ്റ് ആശുപത്രികളിലും, ഇപ്പോൾ മറ്റ് മേജർ ഹോസ്പിറ്റൽസിലും, ജില്ലാ ജനറൽ താലൂക്ക് ഹോസ്പിറ്റൽസിലും ആവശ്യമായിട്ട് സ്ഥാപിക്കണം. അതോടൊപ്പം തന്നെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്, ഇപ്പോൾ തന്നെ ഇവിടുത്തെ ഒരു കുറ്റകൃത്യത്തിൻ്റെ സ്വഭാവം, അവർ ഒരു കോട്ടിട്ട് ഇപ്പോൾ ID കാർഡും ഉണ്ടായിരുന്നെന്നാണ് മനസ്സിലാക്കുന്നത്. അപ്പോൾ അങ്ങനെ ആകുമ്പോൾ ഈ സുരക്ഷാ ക്രമീകരണങ്ങൾ കൂടി കാലോചിതമായിട്ട് പരിഷ്കരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ഇടപെടൽ ഉണ്ടാകും. ഇത് സംബന്ധിച്ച് അഡീഷണൽ ചീഫ് സെക്രട്ടറിയെ ചുമതലപ്പെടുത്തി എന്തൊക്കെ കാര്യങ്ങളാണ് നമുക്ക് ആശുപത്രികളിൽ ഇതുമായി ബന്ധപ്പെട്ട് ചെയ്യാൻ കഴിയുക എന്നുള്ളത് പരിശോധിച്ച് റിപ്പോർട്ട് നൽകാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ കാലോചിതമായിട്ടുള്ള ഒരു പരിഷ്കരണം നമ്മുടെ സുരക്ഷാ ക്രമീകരണങ്ങളുമായി ബന്ധപ്പെട്ട് ഉണ്ടാകും. അത് ഈ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലുള്ള നടപടികൾ സ്വീകരിക്കണം എന്നുള്ളതാണ് ഉദ്ദേശിച്ചിട്ടുള്ളത്. ഈ സെക്യൂരിറ്റിക്കാർക്കെതിരെ വ്യാപകമായിട്ടുള്ള പരാതികൾ, വളരെ മോശമായ പെരുമാറ്റം, കൂടാതെ ഇവരുടെ ഈ പങ്ക് പല വിഷയങ്ങളിലും ഈ പൈസ കൊടുത്തും രാത്രിയൊക്കെ ആളുകളെ കയറ്റുന്നതായിട്ടുള്ള പരാതികളൊക്കെ നേരത്തെ തന്നെ വരുന്നതാണ്. കൂടാതെ പോലീസിന്റെ യൂണിഫോം ഉപയോഗിച്ച് അല്ലെങ്കിൽ പോലീസ് എന്ന വ്യാജേന അത്തരത്തിൽ അധികാരം പ്രയോഗിക്കുന്ന രീതിയിലുള്ള പെരുമാറ്റങ്ങളൊക്കെ നേരത്തെ കോടതി വിധികൾ ഉൾപ്പെടെ യൂണിഫോം കോടതി വിധികൾ ഉണ്ടായിരുന്നെന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. അപ്പോൾ ആ രീതിയിൽ അവരെ കൂടി ഒരു ബോധവൽക്കുക, ഈ പറയുന്ന ആളുകളുടെ അടുത്ത് പാവപ്പെട്ട പല ആളുകൾ വരുന്നത് അവരോട് വളരെ മോശമായ രീതിയിൽ പെരുമാറുന്നു. വിവിധ പിന്നെ ഈ പറയുന്ന പല സ്ഥലങ്ങളും പ്രസവ വാർഡിൽ ഉൾപ്പെടെ അത്തരത്തിൽ മോശമായ പെരുമാറ്റങ്ങൾ പല ഘട്ടങ്ങളിൽ ഉയർന്നിട്ടുള്ളതാണ്. അവരെ നിയന്ത്രിക്കാനും അല്ലെങ്കിൽ പോലീസിന്റെ കീഴിൽ ഇവരെ കൊണ്ടുവരിക, അല്ലെങ്കിൽ സൂപ്പർമസി എന്ന രീതിയിലാണ് ഇവിടെ സെക്യൂരിറ്റി ജീവനക്കാരുടെ പെരുമാറ്റങ്ങൾ പലപ്പോഴും. മാത്രമല്ല മിനിസ്റ്റർ, ഒരു കാര്യം കൂടെ, ഇന്ന് ഈ അപമര്യാദയായിട്ട് പെരുമാറിയ ഈ കുട്ടിയുടെ ബന്ധുക്കളെടുത്ത് ഒരു സെക്യൂരിറ്റി ജീവനക്കാരൻ അപമര്യാദയായി പെരുമാറുന്ന ഒരു സാഹചര്യം ഉണ്ടായി. നിങ്ങളാണ് കുട്ടിയെടുത്ത് അവർക്ക് കൊടുത്തു എന്നുള്ള രീതിയിൽ ഇന്ന് പെരുമാറുന്ന സാഹചര്യം ഉണ്ടായി. അതിന് ഞാൻ ദൃക്സാക്ഷിയാണ്. സാധാരണക്കാർക്ക് ഇവർ പോലീസുകാരാണെന്നുള്ള തെറ്റിദ്ധാരണ ഈ യൂണിഫോം ഇട്ട് നിൽക്കുമ്പോൾ ഈ പ്രത്യേക വിഷയത്തിൽ ഇത് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ പരിശോധിക്കപ്പെടും. അതായത് ഈ നമ്മുടെ ഒരു എൻട്രി മാത്രമേ ഈ ബിൽഡിങ്ങിലേക്കുള്ളൂ, മറ്റെല്ലാം ക്ലോസ്ഡ് ആണ്. അപ്പോൾ ഈ സ്ത്രീ ഇതിനുള്ളിൽ പ്രവേശിച്ചത് ഉൾപ്പെടെയുള്ള എല്ലാ കാര്യങ്ങളും പരിശോധിക്കും. അത് പരിശോധിച്ച് തന്നെയുള്ള ഒരു റിപ്പോർട്ടായിരിക്കും സമർപ്പിക്കുക. അപ്പോൾ സെക്യൂരിറ്റികളെ സംബന്ധിച്ചിട്ടുള്ള വിഷയത്തിൽ പൊതുവായി ഒരു തീരുമാനം എടുത്തിരുന്നു. ഒന്ന്, നമുക്ക് ഇത്തരത്തിൽ മെഡിക്കൽ കോളേജുകളിലെയും മറ്റ് സർക്കാർ ആശുപത്രികളിലെയും സെക്യൂരിറ്റികൾക്ക് ആവശ്യമായിട്ടുള്ള ഒരു ട്രെയിനിങ്, പലപ്പോഴും സംഘർഷങ്ങൾ ഉണ്ടാകുന്നത് ശ്രദ്ധയിൽപ്പെട്ടപ്പോഴാണ് മെഡിക്കൽ കോളേജുകളുമായി ബന്ധപ്പെട്ടും ആശുപത്രികളുമായി ബന്ധപ്പെട്ട് അവർക്കൊരു ട്രെയിനിങ് ആവശ്യമെങ്കിൽ നൽകണം എന്നുള്ളത് തീരുമാനിച്ചിരുന്നത്. അതോടൊപ്പം തന്നെ എക്സ് സർവീസ്മെന്നെ കൂടുതലായിട്ട്, അത് ബഹുമാനപ്പെട്ട CM-ന്റെ നേതൃത്വത്തിൽ ഒരു മീറ്റിംഗ് ഹോം ഡിപ്പാർട്ട്മെൻറ്റും ആരോഗ്യ വകുപ്പും കൂടെ ചേർന്നൊരു മീറ്റിംഗ് നടത്തിയിരുന്നു. അപ്പോൾ ഇനി പുതുതായി നിയമിക്കുന്ന എല്ലാ സെക്യൂരിറ്റി പേഴ്സണൽസും എക്സ് സർവീസ്മെൻ ആയിരിക്കണം എന്നുള്ളത് തീരുമാനിക്കപ്പെട്ടിട്ടുണ്ട്. അതിൻ്റെ ഒരു ഗവൺമെൻറ് ഓർഡറും ഇറങ്ങിയിട്ടുണ്ട്.
പ്രത്യേകിച്ച് ഒരു ആറ്റിറ്റ്യൂഡ്, ഈ പറഞ്ഞ വിഷയങ്ങളൊക്കെ ഗൗരവമുള്ളതാണ്, അങ്ങനെ ഉണ്ടോ എന്നുള്ളത് നിശ്ചയമായിട്ട് നമുക്ക് പരിശോധിക്കാവുന്ന കാര്യമാണ്. ഇപ്പോൾ മറ്റുള്ളവരെ കയറ്റുക എന്നുള്ളതൊക്കെ അത് അങ്ങനെ എവിടെയെങ്കിലും നടക്കുന്നുണ്ടെങ്കിൽ അത് നിശ്ചയമായിട്ടും ഗൗരവമായി പരിശോധിക്കപ്പെടും. ഏതായാലും ഇപ്പോഴത്തെ നമ്മുടെ സുരക്ഷ ഒരു ഓഡിറ്റ് നടത്തണം എന്നുള്ളത് തീരുമാനിച്ചിട്ടുണ്ട്. ആരോഗ്യമന്ത്രി വീണ ജോർജ് കോട്ടയത്ത് മാധ്യമങ്ങളെ കാണുകയാണ്. തത്സമയ സംപ്രേഷണമാണ് കണ്ടത്. 24 from News Headquarters, Kochi. ന്യൂസ് ഈവനിംഗ് തുടരുകയാണ്. പുത്തൻ കൈത്തറി ഷർട്ടുകൾ പുറത്തിറക്കി ഹാൻഡെക്സ്. കമാൻഡോ ഷർട്ടുകൾ മോഹൻലാലാണ് പുറത്തിറക്കിയത്. പൂർണ്ണമായും കൈകൊണ്ട് നെയ്തെടുക്കുന്ന തുണിത്തരങ്ങൾ ഹാൻഡെക്സിന്റെ വിദഗ്ധ പരിശീലനം ലഭിച്ച തൊഴിലാളികളാണ് ഷർട്ടായി നിർമ്മിക്കുന്നത്. ചേർത്തല ഇൻഫോ പാർക്കിൽ നടന്ന പരിപാടിയിൽ വ്യവസായ മന്ത്രി പി രാജീവ്, ഹാൻഡെക്സ് മാനേജിംഗ് ഡയറക്ടർ KS അനിൽകുമാർ, ഹാൻഡെക്സ് പ്രസിഡന്റ് K മനോഹരൻ, പ്രസിഡന്റ് N രവീന്ദ്രൻ തുടങ്ങിയവർ പങ്കെടുത്തു. കൈത്തറി മേഖലയിൽ കൂടുതൽ മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങളിലേക്ക് പോവുക എന്നതാണ് സർക്കാർ ലക്ഷ്യം വയ്ക്കുന്നത്. അതിൻ്റെ ഭാഗമായിട്ടാണ് ഗാർമെൻറ്റ് ഫാക്ടറി ജപ്പാനിലെയും തായ്ലൻഡിൽ നിന്നുള്ള മെഷീനുകൾ വെച്ചുകൊണ്ടാണ് നമ്മൾ ഈ ഫാക്ടറി ആരംഭിച്ചിട്ടുള്ളത്. തിരുവനന്തപുരത്ത് ഗാർമെൻറ്റ് ഫാക്ടറിയുടെ പ്രവർത്തനം ആരംഭിച്ചു. ഒരു പുതിയ കാൽവയ്പ്പാണ്. ദിവസം 500 ഷർട്ട് എന്നുള്ളത് 5000 ഷർട്ടുകളായി മാറട്ടെ. കേരളത്തിലെ ആളുകൾ തീർച്ചയായിട്ടും ഇത് നെഞ്ചോട് ചേർക്കുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. അദ്ദേഹം പറഞ്ഞ പോലെ ഈ ഒരു പാൻഡമിക് ഈ സമയത്ത് ഇത്തരം പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുകയും അതിലുള്ള കാര്യം ഹെൽപ്പ് ചെയ്യുക എന്ന് പറയുന്നത് കേരളീയരായ നമ്മുടെ കടമയാണ്. ഓൾ ഇന്ത്യ മലയാളി അസോസിയേഷൻ ഐക്കൺ ഓഫ് ദി ഇയർ പുരസ്കാരം ഫ്ലവേഴ്സ് മാനേജിംഗ് ഡയറക്ടറും 24 ചീഫ് എഡിറ്ററുമായ R ശ്രീകണ്ഠൻ നായർക്ക്. ഇതടക്കം എയ്മിയുടെ ദൃശ്യമാധ്യമ പുരസ്കാരങ്ങളിൽ 3 അവാർഡുകൾ 24 ലഭിച്ചു. 24 ന്യൂസ് എഡിറ്റർ സുജിയ പാർവതിയാണ് മികച്ച വാർത്താവതാരക. മികച്ച അഭിമുഖത്തിനുള്ള പുരസ്കാരം സീനിയർ ന്യൂസ് എഡിറ്റർ ദീപക് ധർമ്മടത്തിനാണ്. ഫ്ലവേഴ്സ് ടിവിക്ക് 2 അവാർഡുകൾ ലഭിച്ചു. മികച്ച അവതാരകയ്ക്കുള്ള അവാർഡ് സ്റ്റാർ മാജിക്കിലെ ലക്ഷ്മി നക്ഷത്രയ്ക്കാണ്. ടെലിവിഷൻ പരമ്പരയിലെ മികച്ച ഹാസ്യനടിയായി ചക്കപ്പഴത്തിലെ ശ്രുതി രജനീകാന്ത് തെരഞ്ഞെടുക്കപ്പെട്ടു.